മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിർദ്ദേശം. മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതിനു ശേഷം തീരുമാനിക്കാമെന്നായിരുന്നു ഖാർഗെയുടെ മറുപടി. സംസ്ഥാന അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ ആരംഭിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി മുഖം ഉയർത്തിക്കാട്ടി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുന്നോട്ടുവെച്ച നിർദ്ദേശം. രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരാണ് ഇരു നേതാക്കളും നിർദ്ദേശിച്ചത്. ഭൂരിപക്ഷം കിട്ടുകയാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് ഖാർഗെ സ്വീകരിച്ചത്. हमारे एमपीज आकर क्या कर सकते हैं डेमोक्रेटिक प्रोसेस में वो हो जाएगा. സീറ്റ് വിഭജന ചർച്ചകൾ ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞത് സീറ്റ് ഷെയറിംഗിന്റെ കാര്യത്തിൽ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കും. സീറ്റ് ഷെയറിംഗ് ഡിസ്കഷൻ ഹാസ് ടു ബി സ്റ്റാർട്ടഡ് വിതൗട്ട് എനി ഡിലേ. ദാറ്റ് പ്രൊസീജിയർ വിൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർക്കെതിരായ കൂട്ടുനടപടിയിൽ ഇന്ത്യ സഖ്യം അപലപിച്ചു. ഈ മാസം 22-ന് രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. അന്ന് ദേശീയ തലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൂട്ടായി നടത്താനുള്ള തീരുമാനമാണ് ഡിസംബർ മാസം 22-ാം തീയതി ദേശീയ ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. It's not just suspension of MPs, it is suspension of not like that. It is an onslaught on our democracy, onslaught on our parliamentary system. ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ ഒന്നടങ്കം ചെറുക്കാനാണ് യോഗത്തിലെ തീരുമാനം. ദേശീയ തലത്തിൽ സഖ്യരൂപീകരണ ചർച്ചകൾക്കായി കോൺഗ്രസ് മുകുൾ വാസ്നിക് അധ്യക്ഷനായ 5-അംഗ സമിതിയെ നിയോഗിച്ചു. ഇന്ത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.